നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേത്. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഋജുരാമൻ. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള തീർത്ഥയാത്രാപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹാഭാരതം ഒരുപാട് പുസ്തകങ്ങൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായിട്ടും മലയാളത്തിലേക്ക് വ്യാസഭഗവാൻ എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്ന, അല്ലെങ്കിൽ വ്യാസഭഗവാൻ എഴുതിയ 1,20,000-ൽ പരം ശ്ലോകങ്ങളെ ഗദ്യമായിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭഗീരഥ പ്രയത്നം, അതുകൊണ്ടാണ് മലയാളത്തിന് ഇങ്ങനെയൊരു പുസ്തകം ലഭിച്ചത്. അതായത് ആധികാരികമായിട്ടുള്ള മഹാഭാരതം എന്ന് പറയാം. അപ്പം ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകത്തിനോട് തികച്ചും നീതി പുലർത്തി അതിൻ്റെ അകത്ത് എങ്ങനെയാണോ പ്രതിപാദിച്ചിട്ടുള്ളത് അത് കുറച്ച് കട്ടി മലയാളമാണ്, വെച്ചാൽ പഴയ മലയാളമാണ്. 1962 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അത് DC ബുക്സ് വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. അപ്പം ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ക്ഷമയോട് കൂടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. കാരണം റീൽസ് കണ്ട് നമുക്ക് 1 മിനിറ്റിൽ കൂടുതൽ ഒരു വീഡിയോയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയായിരിക്കുകയാണ്. അതുകൊണ്ട് മഹാഭാരതം കേൾക്കണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹം ഉള്ളവർക്ക്, അല്ലെങ്കിൽ ആ കഥകൾ യഥാർത്ഥത്തിലുള്ള കഥകൾ മനസ്സിലാക്കണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 112ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഇപ്പം കഥ നടന്നുകൊണ്ടിരിക്കുന്നത് തീർത്ഥയാത്രയ്ക്ക് പോയ പാണ്ഡവരെക്കുറിച്ചിട്ടാണ്. അത് അർജുനൻ ദിവ്യാസ്ത്രലബ്ധിക്ക് വേണ്ടിയിട്ട്, തപസ്സിന് വേണ്ടിയിട്ട് പോയിട്ട് ദേവലോകത്തേക്ക് പോയി. ആ സമയത്ത് പാണ്ഡവർക്ക് അവർ താമസിച്ചുകൊണ്ടിരുന്ന ആ വനത്തിൽ അവിടെ നിൽക്കുന്നതിൽ ഭയങ്കര വിഷമമായി. അങ്ങനെ അവർ തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങി തിരിച്ച സമയത്ത് ഇന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ലോമശൻ എന്ന് പറയുന്ന മഹർഷി അവരുടെ അടുത്ത് ഈ തീർത്ഥയാത്രയ്ക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ബ്രാഹ്മണരും അവരുടെ കുലഗുരുവായിട്ടുള്ള ധൗമ്യനുമൊത്ത് പാണ്ഡവർ ഈ ലോമശനുമൊത്ത് തീർത്ഥയാത്രയ്ക്ക് പോയി. അപ്പോൾ ഈ ലോമശൻ യുധിഷ്ഠിരനോട് പറയുന്ന കഥകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കഥാരീതി പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. വ്യാസഭഗവാൻ കഥ പറഞ്ഞു. വ്യാസഭഗവാൻ പറഞ്ഞ കഥ വൈശമ്പായനാണ് ജനമേജയനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനമേജയൻ ആ കഥ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കഥ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം കഥയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ ലോമശനും യുധിഷ്ഠിരനും തമ്മിലുള്ള ആ സംഭാഷണമാണ് കഥയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോമശൻ ഒരു തീർത്ഥത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ തീർത്ഥത്തിൻ്റെ ഓരോ തീർത്ഥങ്ങളുടെയും പ്രാധാന്യം പറയുന്ന സമയത്ത് ഓരോ കഥകൾ പറയുന്നുണ്ട്. ലോമശൻ അഗസ്ത്യൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞ സമയത്ത് അഗസ്ത്യൻ കടൽ വറ്റിച്ചതും കടൽ വീണ്ടും നിറയുന്നതുമായിട്ടുള്ള കഥകൾ പറഞ്ഞു. അപ്പോൾ കടൽ എങ്ങനെയാണ് നിറയുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറയുന്ന കഥയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമൻ്റെ കുലമായിട്ടുള്ള ഇക്വാഷു വംശത്തിൽ സഗരൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, വൈദർഭിയും ശൈബിയും. അപ്പോൾ ഇവർക്ക് കുട്ടികളില്ലാതെ തപസ് നടത്തി, തപസ്സിൽ നിന്നും കുട്ടികളുണ്ടായി. ആ കഥകളൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥകളാണ്. കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. വിശദമായിട്ട് കേൾക്കണം എന്നുള്ളവർക്ക് കഴിഞ്ഞ ഒരു വീഡിയോ കേൾക്കുക. ഇനി ഈ സഗരപുത്രന്മാർ അതീവ ക്രൂരന്മാരായിരുന്നു. അതായത് വിദർഭയുടെ പുത്രന്മാർ. അവർ ക്രൂരന്മാരായതുകൊണ്ട് അവർ ലോകരെ മുഴുവനും അതിഭയങ്കരമായിട്ട് ദ്രോഹിച്ചിരുന്നു. ഇപ്പോൾ രാജാവ് ഒരു അശ്വമേധയാഗം നടത്തി. അശ്വമേധയാഗത്തിൽ രാജാവ് കുതിരയെ ഓടിച്ചു. ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അശ്വമേധയാഗത്തിൻ്റെ ഭാഗമായിട്ട് കുതിരയെ ലോകം മുഴുവനും കീഴടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് സഗരപുത്രന്മാരായിരുന്നു ആ കുതിരയെ അനുഗമിച്ചിരുന്നത്. അങ്ങനെ ഈ സമുദ്രത്തിൻ്റെ ഭാഗത്ത്, സമുദ്രം പറ്റിയ ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ കുതിര പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഈ കുതിര അപ്രത്യക്ഷമായിട്ട് സഗരപുത്രന്മാർക്ക് അവനെ ലോകം മുഴുവനും തിരഞ്ഞിട്ട് കുതിരയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അങ്ങനെ അവർ വിഷമത്തോടു കൂടിയിട്ട് തങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് ചെന്നു. 60,000 പുത്രന്മാരാണ്. അവർ എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കുതിരയെ കാണാതെ പോയി, ഞങ്ങളിനി അന്വേഷിക്കാൻ സ്ഥലങ്ങളൊന്നും ബാക്കിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സഗരന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു. നിങ്ങളെക്കൊണ്ട് എന്തിനു കൊള്ളാം? 60,000 ധീരന്മാരായിട്ടുള്ള മക്കൾ, നിങ്ങൾ വെറും മന്ദബുദ്ധികളാണ്.
നിങ്ങൾക്ക് കുതിരയെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ അവർ സമുദ്രത്തിൻ്റെ ഭാഗത്തേക്ക്, കുതിരയെ കാണാൻ പോയ ഭാഗത്തേക്ക് വീണ്ടും ചെന്നു. കാണാതെ പോയ ഭാഗത്തേക്ക് വീണ്ടും ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു വിള്ളൽ കണ്ടു. അപ്പോൾ അവരത് തുറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. തുറന്ന് പാതാളത്തിലേക്കുള്ള വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം വഴിക്ക് വെച്ച് തുറന്നു പോകുന്ന സമയത്ത് മണ്ണിനടിയിൽ ജീവിച്ചിരുന്ന രാക്ഷസന്മാർ, ഉരകങ്ങളുമായിട്ടുള്ള അനേകം ജന്തുക്കളെ കണ്ടു. ഇതിനെയെല്ലാം ക്രൂരമായിട്ട് വധിച്ച് ആ കുഴിയിൽ അവരുടെ ജഡങ്ങളൊക്കെ നിറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയെന്നാണ്. അങ്ങനെ അവർ ചെന്ന് പാതാള ലോകത്ത് ചെന്നു, വീണ്ടും കുഴിക്കാൻ തുടങ്ങി. അപ്പോൾ വേറൊരു സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ കുതിര അവിടെ വിഹരിക്കുന്നത് കണ്ടു. അപ്പോൾ കുതിരയെ കണ്ടതോടു കൂടിയിട്ട് ഈ സകരപുത്രന്മാർക്ക് 60,000 പേർക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി. അവർ തലച്ചുകൊണ്ട് കുതിരയെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ ചെല്ലാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ കപിലൻ എന്ന് പറയുന്ന അതിശ്രേഷ്ഠനായിട്ടുള്ള മഹർഷി, അദ്ദേഹത്തിനെ വസുദേവ കപിലൻ എന്ന് വിളിക്കാറുണ്ട്. മഹാഭാരതം തുടങ്ങുന്ന സമയത്ത് അംശാവതാരത്തിലൊക്കെ കപില മഹർഷിയെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ബഹളം കേട്ടുകൊണ്ട് വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് അദ്ദേഹം കണ്ണു തുറന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ദേഷ്യപ്പെട്ട കണ്ണിൽ നിന്നുള്ള തേജസ് കൊണ്ട് ഈ 60,000 സകരപുത്രന്മാർ അവിടെ വെച്ച് വെണ്ണീറായിപ്പോയി. ഈ വിവരം നാരദ മഹർഷി എന്നിട്ട് സകരനോട് എന്ന് പറഞ്ഞു, അങ്ങയുടെ 60,000 മക്കളും കപില മഹർഷിയുടെ കോപാഗ്നിയിൽ അവരെല്ലാവരും വെണ്ണീറായിപ്പോയി എന്നുള്ള വിവരം അറിഞ്ഞു. തെരഞ്ഞിട്ട് സകരൻ ഭയങ്കര വിഷമമായി. സകരൻ തൻ്റെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള ശൈബയിലുണ്ടായിട്ടുള്ള പുത്രനുണ്ടായിരുന്നു. ആ ശൈബയിലുണ്ടായിട്ടുള്ള പുത്രൻ്റെ പേര് അസമഞ്ജസ് എന്നായിരുന്നു. അസമഞ്ജസിൻ്റെ പുത്രനായിട്ടുള്ള അംശുമാൻ എന്ന് പറയുന്ന വീരനായിട്ടുള്ള ഒരു പൗത്രൻ, കൊച്ചുമകൻ സകരനുണ്ടായിരുന്നു. സകരനെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ പിതൃസഹോദരന്മാരിൽ 60,000 പേരും ഇന്ന് പാതാളത്തിൽ വെച്ചിട്ട് വെണ്ണീറായിപ്പോയി. ആ ആകാശത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചില്ല. നിൻ്റെ അച്ഛനായിട്ടുള്ള അസമഞ്ജസിനെ ഞാൻ നാട് കടത്തുകയും ചെയ്തു. ഇനിയും ആകാശത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അംശുമാനെ, നീ അത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട യുധിഷ്ഠിരൻ ചോദ്യമായിട്ട് ലോമശ മഹർഷിയോട് ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഭവാനെ, എന്തുകൊണ്ടാണ് അസമഞ്ജസിനെ നാട് കടത്താൻ വേണ്ടിയിട്ട് കാരണം? എന്താണ് അങ്ങനെ സംഭവിച്ചത്? അസമഞ്ജസിനെ നാട് കടത്താൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണ്? അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ലോമശം പറഞ്ഞു, അത് വിശദമായിട്ട് പറഞ്ഞു തരാം, കഥ നീ കേൾക്കുക എന്ന് പറഞ്ഞു. അസമഞ്ജസും ഈ 60,000 പുത്രന്മാരെ പോലെ തന്നെ ശൈബിയുടെ പുത്രനായിട്ടുള്ള അസമഞ്ജസും അതിക്രൂരനായിരുന്നു. അവൻ്റെ വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള കുട്ടികളെ കണ്ട ഉടനെ അതിനെ പിടിച്ചുകൊണ്ടുപോയി നദീതീരത്ത് കൊണ്ടുപോയി നദിയിൽ കഴുത്തിൽ പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് കൊല്ലുക, അത് കണ്ടിട്ട് രസിക്കുക, അതായിരുന്നു അവൻ്റെ വിനോദം. അപ്പോൾ ഈ ക്രൂരവിനോദം കാരണം പ്രജകളെല്ലാം അതിഭയങ്കരമായിട്ടുള്ള പേടിയിലായി. കുട്ടികളെയൊന്നും ഇവൻ കാണത്തെ പുറത്ത് വിടാൻ പറ്റാത്ത അവസ്ഥയായി. ഏത് കുട്ടിയെ കണ്ടാലും പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ മുക്കി കൊന്നിട്ട് അവർ ചാകുന്ന കണ്ടിട്ട് ഇവൻ സന്തോഷിക്കും. അങ്ങനെ പ്രജകളെല്ലാവരും കൂടി ചെന്നിട്ട് രാജാവിൻ്റെ അടുത്ത് നിന്ന് പരാതി പറഞ്ഞു. രാജാവ് മന്ത്രിമാരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് വേറൊരു നിവൃത്തിയുമില്ലാത്ത കാരണം അസമഞ്ജസിനെ നാട് കടത്തുകയാണ് ഉണ്ടായത്. ഈ അസമഞ്ജസിൻ്റെ പുത്രനാണ് അംശുമാൻ. അംശുമാൻ്റെ അടുത്ത് സകരം പറയുകയാണ്, നീ ഈ രാജ്യത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കണം, നീ പോയിട്ട് ആ പാതാള ലോകത്ത് പോയിട്ട് ആ ആകാശത്തെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ അംശുമാൻ ഈ കഥകളെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പാതാള ലോകത്ത് ചെന്നിട്ട് ആദ്യം തന്നെ കപില മഹർഷിയെ കണ്ടപ്പോഴേ ദൂരം തന്നെ വീണ് വണങ്ങി അദ്ദേഹത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. സ്തുതിച്ച് പാടി അദ്ദേഹത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റിയതിന് ശേഷം അദ്ദേഹത്തിനോട് വരം ചോദിച്ച് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് ആകാശത്തെയും നേടിക്കൊണ്ട് തിരിച്ച് അംശുമാൻ രാജ്യത്ത് വന്നു. അങ്ങനെ യജ്ഞം പൂർത്തിയാക്കി. അങ്ങനെ അംശുമാന് വേണ്ട വരങ്ങളൊക്കെ കൊടുത്തിട്ട് സകരൻ തൻ്റെ ഭരണം തുടർന്നു. അതിമനോഹരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ആ രാജ്യത്ത് ഭരണം നടത്തി. അതിനുശേഷം പ്രായമായി കഴിഞ്ഞപ്പോൾ അംശുമാനെ തൻ്റെ ഭരണമേൽപ്പിച്ചതിന് ശേഷം സകരൻ സ്വർഗലോകം പ്രാപിച്ചതിന് ശേഷം അംശുമാനാണ് രാജ്യം ഭരിച്ചത്. അംശുമാന് ഒരു പുത്രനുണ്ടായിരുന്നു, ദിലീപൻ എന്നായിരുന്നു പേര്. അദ്ദേഹം അതിശക്തനായിട്ടുള്ള ഒരു രാജാവായിരുന്നു ദിലീപൻ. ഇപ്പോൾ ദിലീപന് പിന്നീട് അംശുമാന് ശേഷം ദിലീപന് രാജ്യഭാരം കിട്ടിയ സമയത്ത് തൻ്റെ മുത്തച്ഛന്മാരായിട്ടുള്ള 60,000 പേര് പാതാള ലോകത്ത് ഗതി കിട്ടാതെ അലയുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ദിലീപൻ തന്നെ കൊണ്ടാകുന്ന രീതിയിലുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അതൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഭഗീരഥൻ രാജ്യഭാരം ഏറ്റെടുത്തു. ഭഗീരഥനും അതിധീരനും അതോടൊപ്പം തന്നെ അതിശക്തനുമായിട്ടുള്ള രാജാവായിരുന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ
മുതുമുത്തച്ഛന്മാരായിട്ടുള്ള ഈ 60,000 പേര് ഗതി കിട്ടാതെ കിടന്ന് അലയുന്ന വിവരം അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്നുള്ള തീരുമാനം അദ്ദേഹം എടുത്തു. അപ്പം ഭഗീരഥൻ നടത്തിയ പ്രയത്നം, ഭഗീരഥ പ്രയത്നം എന്നുള്ള രീതിയിൽ ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഭഗീരഥ പ്രയത്നം. അപ്പം അദ്ദേഹം ചെറിയ കാര്യങ്ങളല്ല ചെയ്തത് ഈ തൻ്റെ മുതുമുത്തച്ഛന്മാർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയും തൻ്റെ മുതുമുത്തച്ഛന്മാർക്ക് മോക്ഷം കിട്ടണം ഉള്ള ഭാഗത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന് എന്താണ് വഴിയെന്ന് ആലോചിച്ചു. അപ്പോൾ ഗംഗയെ ആ പാതാളത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം കിട്ടും, അവരുടെ ശരീരഭാഗങ്ങളിൽ ഗംഗാജലം സ്പർശിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം മന്ത്രിമാരെ രാജ്യം ഏൽപ്പിച്ചതിന് ശേഷം മനോഹരമായിട്ടുള്ള ഹിമവൽ പ്രദേശങ്ങളിലേക്ക് അദ്ദേഹം തപസ്സിനായിട്ട് പോയി. അവിടെ ചെന്നിട്ട് ആദ്യം ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തപസ് ചെയ്തു. അതിനുശേഷം പിന്നെ ജലം മാത്രം കുടിച്ചുകൊണ്ട് 1000 വർഷം തപസ് ചെയ്തു ഗംഗയെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. 1000 വർഷത്തെ അതികഠിനമായിട്ടുള്ള തപസ്സിൽ പ്രീതയായ ഗംഗാദേവി ഭഗീരഥൻ്റെ മുന്നിൽ ദേവിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഭഗീരഥനോട് പറഞ്ഞു, നിൻ്റെ തപസ്സിൽ ഞാൻ വളരെയധികം സംപ്രീതനായിരിക്കുന്നു, നിനക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു. ഭഗീരഥൻ പറഞ്ഞു, ദേവി അങ്ങ് പുഴയുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് വന്നിട്ട് പാതാളത്തിലേക്ക് വന്നിട്ട് എൻ്റെ മുതുമുത്തച്ഛന്മാരുടെ ശരീരാവശിഷ്ടങ്ങളിലൊക്കെ സ്പർശിച്ച് അതിനെല്ലാം അവരുടെ ആത്മാക്കൾക്കെല്ലാം മുക്തി കൊടുക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം ദേവി പറഞ്ഞു, ഞാൻ വരുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷേ ഞാൻ ജലത്തിൻ്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ എന്നെ താങ്ങാൻ വേണ്ടിയിട്ടുള്ള ശക്തി ഭൂമിയിൽ ആർക്കുമില്ല. അതിന് പറ്റുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് മഹാദേവനാണ്. മഹാദേവൻ എന്നെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഭൂമിയിലേക്ക് പതിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ മഹാദേവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 1000 വർഷം ഭഗീരഥൻ തപസ് ചെയ്തു. ഭഗീരഥൻ്റെ തപസ്സിൽ സംപ്രീതനായിട്ടുള്ള മഹാദേവൻ ഭഗീരഥൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഗംഗയെ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായി. ഭഗീരഥൻ്റെ അഭ്യർത്ഥന പ്രകാരം ഗംഗയെ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് ശിവഭഗവാൻ തയ്യാറായി. ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ദേവലോകത്ത് നിന്ന് ദേവകളും യക്ഷന്മാരും കിന്നരന്മാരും അപ്സരസുകളും എല്ലാവരും വന്ന് കാത്തു നിന്നു ഗംഗാദേവി ഭൂമിയിലേക്ക് പതിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശിവഭഗവാന്റെ ജടയിലേക്ക് ഗംഗാദേവി വന്ന് വീണു. ശിവഭഗവാൻ വളരെ നിഷ്പ്രയാസം ഗംഗയെ തൻ്റെ ശിരസിൻ്റെ ജടയിൽ ഒതുക്കി അവിടെ നിന്ന് 3 ചാലുകളായിട്ട് അത് ഭൂമിയിലേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ 3 ചാലുകളായിട്ട് ഒഴുകിയ നദി നുരയും പതയും ഒക്കെ ആയിട്ട് കുതിച്ച് വായാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് ഭഗീരഥനോട് ഏത് ദിക്കിലേക്ക് പോകണമെന്ന് കാണിച്ചു. അപ്പം ജലമില്ലാതെ കിടക്കുന്ന സമുദ്രത്തിലേക്ക്, ആ പാതാളത്തിലേക്ക് വിള്ളലുള്ള ആ ഭാഗത്തേക്ക് കാണിച്ചു കൊടുത്തു. ആ ഭാഗത്തേക്ക് ഗംഗാദേവി കുതിച്ചൊഴുകി. അങ്ങനെ ഗംഗാദേവി ചെന്നിട്ട് സമുദ്രം നിറച്ചിട്ട് അവിടെ ഗംഗാദേവി സഗരപുത്രന്മാരായിട്ടുള്ള 60,000 പേരുടെ ശരീരഭാഗങ്ങളെ പുണ്യമാക്കി. അങ്ങനെ സമുദ്രം വീണ്ടും നിറഞ്ഞു. ലോമശൻ യുധിഷ്ഠിരനോടുള്ള കഥ തുടരുകയാണ്. അങ്ങനെ ഭഗീരഥൻ്റെ പ്രയത്നം മൂലം അദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛന്മാരായിട്ടുള്ള 60,000 പേർക്ക് മുക്തി ലഭിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ കഥ പറഞ്ഞു നിർത്തി അതിനുശേഷം വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇതിനുശേഷം പാണ്ഡവർ അവിടം വിട്ടിട്ട് പുതിയ തീർത്ഥസ്ഥാനങ്ങളിലേക്ക് അവർ നന്ദ, അപരനന്ദ നീ പറയുന്ന നദികളിലൊക്കെ ലോമശനോടൊപ്പം സ്നാനം ചെയ്തു. അതിനുശേഷം അവിടെ വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പർവ്വതം കാണാൻ വേണ്ടിയിട്ട് ഇടയായി. ഹേമകൂടം എന്ന് പറയുന്ന പർവ്വതമായിരുന്നു അവർ കണ്ടത്. അത് അത്യന്തം ദുർഘടങ്ങൾ നിറഞ്ഞ ഒരു പർവ്വതമായിരുന്നു. അപ്പം അതിനെക്കുറിച്ചിട്ട് ലോമശൻ യുധിഷ്ഠിരനോട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ പർവ്വതത്തിലേക്ക് ആർക്കും പ്രവേശനമുണ്ടായിരുന്നില്ല, പ്രവേശിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവിടെ നിന്ന് ആരെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ കാറ്റ് വീശിയിട്ട് കാറ്റിൻ്റെ ഘോര ശബ്ദം കൊണ്ട് പറയുന്നതൊന്നും കേൾക്കാൻ വയ്യാത്ത അവസ്ഥ വരും. അതോടൊപ്പം തന്നെ പാറക്കല്ലുകൾ ആ പർവ്വതത്തിൽ നിന്നും എറിയുന്നത് പോലെ അവിടേക്ക് കയറാൻ വരുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവിടെ തപസ്സിന് ചെന്നിരിക്കുന്നവർക്ക് വീടിനെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ കൂടുതലായിട്ട് വരികയും കുത്തുന്ന ഈച്ചകൾ വന്ന് ശല്യപ്പെടുത്തുകയും ചെയ്യും. അപ്പം അങ്ങനെ ആർക്കും അപ്രാപ്യമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് അത് മാറി. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ലോമശനോട് യുധിഷ്ഠിരൻ ചോദിക്കാൻ തുടങ്ങി. ലോമശൻ അതിന് ഉത്തരമായിട്ട് പറയാൻ തുടങ്ങി. ഇവിടെ പണ്ട് ഋഷഭൻ എന്ന് പറയുന്ന ഒരു മഹാഋഷി നൂറ്റാണ്ടുകളോളം തപസ് ചെയ്തിരുന്നു. അദ്ദേഹം മഹാകോപിഷ്ഠനായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ജനങ്ങൾ അദ്ദേഹത്തിനെ കാണാനും പല കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിരുന്നു. അപ്പോൾ ഈ ജനങ്ങളുടെ സാമീപ്യം അദ്ദേഹത്തിന് ദുസ്സഹമായി തീർന്നു. അതീവ കോപിഷ്ഠനായിട്ടുള്ള അദ്ദേഹം പർവ്വതത്തിനോട് ആവശ്യപ്പെട്ടു, ഇനി ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെയെല്ലാം കല്ലുകൾ പെറുക്കി ഇറങ്ങി നീ ഓടിക്കണം,
ആരെങ്കിലും ഇവിടെ നിന്ന് ശബ്ദിച്ചു കഴിഞ്ഞാൽ അവരുടെ ശബ്ദം കേൾക്കാത്ത രീതിയിൽ കാറ്റടിച്ച് ശബ്ദമുണ്ടാക്കണമെന്ന് വായുവിനോട് ആവശ്യപ്പെട്ടു. ആർക്കും കയറാൻ പറ്റാത്ത ഒരു സ്ഥലമാക്കി അതിനെ അദ്ദേഹം മാറ്റി. അതോടൊപ്പം തന്നെ ഈ പുരനന്ദ എന്നുള്ള സ്ഥലങ്ങളിൽ ദേവകൾ സ്ഥിരമായിട്ട് കുളിക്കാൻ വരുന്ന സരസ്സുകളായിരുന്നു. അവിടെയും ആൾക്കാരുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആ പർവ്വതത്തിന് ചുറ്റും, ഹേമകൂടം എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ താഴ്വാരത്തായിരുന്നു ഈ തടാകങ്ങളുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ തടാകത്തിന് ചുറ്റുമായിട്ടും ആ പർവ്വതത്തിന് ചുറ്റുമായിട്ട് വലിയ ദുർഗങ്ങളുണ്ടാക്കി. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കാർക്കും ഈ പർവ്വതത്തിനെ, ഹേമകൂടത്തിനെ കാണാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ദേവതകൾ തപസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു, ദേവതകൾ സ്ഥിരമായിട്ട് വിഹരിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും അവിടെ ദർഭപ്പുല്ലുകൾ ധാരാളം വളരുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും യുധിഷ്ഠിര എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഹേമകൂടം കഴിഞ്ഞിട്ട് അവർ വീണ്ടും മുന്നോട്ട് പോയി അവർ പുതിയൊരു തീർത്ഥസ്ഥാനത്ത് എത്തിച്ചേർന്നു. അപ്പോൾ ആ തീർത്ഥസ്ഥാനത്തെക്കുറിച്ചിട്ടുള്ള കഥ ലോമശൻ യുധിഷ്ഠിരനോട് പറയാൻ തുടങ്ങി. ഇതാണ് കൗശികി നദി. ഇവിടെ കാണുന്ന ഒരു ആശ്രമം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് വിശ്വാമിത്രൻ്റെ, മഹാനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമം. ഇത് കഴിഞ്ഞ് അവർ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ മറുകരയിൽ വേറൊരു ആശ്രമം കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഭാണ്ഡകൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള മുനിയുടെ ആശ്രമം. അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ഋഷ്യശൃംഗൻ, മഴ പെയ്യാതിരുന്ന ദേവകോപം ഉണ്ടായിട്ടുണ്ടായിരുന്ന, ഇന്ദ്രൻ്റെ കോപം ഉണ്ടായിരുന്ന സ്ഥലത്ത് മഴ പെയ്ക്കാൻ വേണ്ടിയിട്ട് ഋഷ്യശൃംഗനാണ് സഹായിച്ചത്. ഋഷ്യശൃംഗൻ മാൻപേടയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഈ മുനിക്കുണ്ടായിട്ടുള്ള ഒരു മകനാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരന് സംശയമായി, എങ്ങനെയാണ് ഒരു മൃഗയോനിയിൽ മനുഷ്യന് പുത്രനുണ്ടാവുന്നത്? അതോടൊപ്പം തന്നെ ദേവേന്ദ്രൻ്റെ ശാപത്തെ പോലും മറികടക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഋഷ്യശൃംഗന് സാധിച്ചത്? അങ്ങേ ഈ കഥ വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പം ഈ ഋഷ്യശൃംഗൻ്റെ കഥ പഴയ ആൾക്കാർക്കൊക്കെ സിനിമയുടെ രൂപത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കഥയാണ്. വൈശാലി എന്ന് പറയുന്ന പേരിൽ ഭരതൻ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ളൊരു സംവിധായകൻ ആ കഥ സിനിമയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പഴയ ആൾക്കാർക്കൊക്കെ ഈ ഒരു കഥ വളരെ വിശദമായിട്ട് അറിയാവുന്നതാണ്. വിഭാണ്ഡകൻ എന്ന് പറയുന്ന മുനി ഒരു തടാകത്തിൻ്റെ തീരത്ത് അദ്ദേഹം അതികഠിനമായിട്ടുള്ള തപസ് അനുഷ്ഠിച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം തടാക സമീപത്ത് ചെന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ഉർവശി കുളിക്കുന്ന കാഴ്ച കണ്ടു. അപ്പോൾ ഉർവശിയുടെ ശരീരഭംഗി കണ്ടിട്ട് കാമാസക്തനായിട്ടുള്ള വിഭാണ്ഡകന് അറിയാതെ രേതസ് സ്രവിച്ചു. അത് തടാകത്തിലെ ജലത്തിലാണ് വീണത്. ആ തടാകത്തിൽ വന്നിട്ട് ആ സമയത്ത് ഒരു മാൻപേട വന്നിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ആ പെൺമാൻ അത് ശാപം കിട്ടിയ ഒരു അപ്സരസ് കന്യകയായിരുന്നു. ആ അപ്സരസിനെ ശാപം കിട്ടിയതിന് ശേഷം ബ്രഹ്മാവതിനെ ശാപമോഷം കൊടുത്തിരുന്നു. നീ ഒരു മുനികുമാരനെ പ്രസവിച്ച് കഴിയുമ്പോഴേ നിനക്ക് ശാപമോഷം കിട്ടുമെന്ന്. ഈ മാൻപേടയാണ് അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നത്. വെള്ളം കുടിക്കുന്ന കൂട്ടത്തിൽ ഈ രേതസ്സും കൂടി അവളുടെ ഉള്ളിലേക്ക് പോയി. അങ്ങനെ മാൻപേട ഗർഭിണിയായതിനു ശേഷം അത് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. തലയിൽ മാൻ പ്രസവിച്ചുകൊണ്ട് തന്നെ മനുഷ്യക്കുഞ്ഞാണെങ്കിൽ അതിൻ്റെ തലയിൽ 2 കൊമ്പുകളുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് ഋഷ്യശൃംഗൻ എന്നുള്ള പേര് വിഭാണ്ഡകൻ കൊടുത്തു. വിഭാണ്ഡകനെ ആ കുഞ്ഞിനെ എടുത്ത് വളർത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. വിഭാണ്ഡകൻ്റെ ശിക്ഷണത്തിലാണ് ആ കുഞ്ഞ് വളർന്നിരുന്നത്. വിഭാണ്ഡകനല്ലാതെ വേറൊരു മനുഷ്യനെയും അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മൃഗങ്ങളെ അല്ലാതെ വിഭാണ്ഡകനെയാണ് മാത്രമാണ് അവൻ മനുഷ്യനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ കുഞ്ഞ് വളർന്ന് അവനും വലിയൊരു താപസിയായിട്ട് മുനികുമാരനായിട്ട് മാറി. ഇതേ സമയത്ത് തന്നെ അംഗരാജ്യത്തുള്ള രാജാവായിരുന്നു ലോമപാദൻ. അയോധ്യയിലെ രാജാവായിട്ടുള്ള ദശരഥൻ്റെ സുഹൃത്തുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ബ്രാഹ്മണരെ നുണ പറഞ്ഞ് കളിപ്പിച്ചു. ആ കളിപ്പീരിൽ അപമാനം മൂലം ബ്രാഹ്മണരെല്ലാവരും രാജാവിനെ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ പുരോഹിതൻ പോലും ആ രാജ്യം വിട്ടുപോയി. പിന്നെ ബ്രാഹ്മണരെല്ലാം രാജ്യം വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ അവിടെ മഴ പെയ്ക്കാതായി. അങ്ങനെ അതികഠിനമായിട്ടുള്ള വേനൽ അംഗരാജ്യത്തിനെ കീഴടക്കാൻ തുടങ്ങി. അവിടെ മഴ പെയ്യാത്ത ഒരവസ്ഥ ഉണ്ടായി. തൻ്റെ രാജ്യത്തിനുണ്ടായിട്ടുള്ള ഈ ദുരിതം മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബ്രാഹ്മണരുടെ അടുത്തേക്ക് എന്നിട്ട് ഇതിന് എന്താണ് മാർഗം ചോദിച്ചു. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിലൊരു ബ്രാഹ്മണൻ പറഞ്ഞു, അങ്ങ് ഒരു കാര്യം ചെയ്യണം, ഈ ബ്രാഹ്മണ ശാപത്തിൽ നിന്നും ആദ്യം മുക്തി പ്രാപിക്കണം. അതിനു വേണ്ടിയിട്ട് അവരെ ദാനം കൊടുത്ത് തൃപ്തരാക്കുക. അതിനോടൊപ്പം തന്നെ വനത്തിൽ ഋഷ്യശൃംഗൻ എന്ന് പറയുന്ന ഒരു മഹാ തേജസ്വിയായിട്ടുള്ള ഒരു മുനികുമാരൻ വളരുന്നുണ്ട്. അവൻ സ്ത്രീ സംസർഗമില്ലാത്തവനും അതോടൊപ്പം തന്നെ അതീവ പുണ്യം നിറഞ്ഞവനുമാണ്. അവൻ അങ്ങയുടെ രാജ്യത്ത് കാല് കുത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങയുടെ രാജ്യത്ത് മഴ പെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് ലോമപാദൻ തിരിച്ച് തൻ്റെ രാജ്യത്തേക്ക് വന്നു. അവിടെയുള്ള ബ്രാഹ്മണരെ എല്ലാവരും തിരിച്ചു വിളിച്ചിട്ട് അവർക്കെല്ലാം ദാനം കൊടുത്തിട്ട് അവരെ എല്ലാവരും പ്രായശ്ചിത്തമായിട്ട് മാപ്പ് ചോദിച്ചിട്ട് അവരെ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. അതിനുശേഷം ഋഷ്യശൃംഗനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്
എന്താണ് മാർഗമെന്ന് മന്ത്രിമാരുമായിട്ട് ആലോചിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ധാരാളം മന്ത്രിമാരുമായിട്ട് ആലോചിച്ചതിന് ശേഷം അവർ പറഞ്ഞു, അവനെ എങ്ങനെയെങ്കിലും പ്രലോഭിപ്പിച്ച് മാത്രമേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. വിഭാണ്ടകൻ തൻ്റെ മകനെ ഒരിക്കലും ബാക്കിയുള്ള മനുഷ്യരെ കാണാൻ വേണ്ടിയിട്ട് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും വശീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. മന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരം ആ രാജ്യത്തുള്ള സുന്ദരികളായിട്ടുള്ള വേശ്യമാരെയെല്ലാം രാജാവ് വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ രാജ്യം സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഈ രാജ്യം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിന് ഋഷ്യശൃംഖനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പം ഋഷ്യശൃംഖനെ കൊണ്ടുവരാൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ വിഭാണ്ടകൻ്റെ തപശക്തിയെക്കുറിച്ചിട്ടും അദ്ദേഹത്തിനുണ്ടാകുന്ന കോപത്താൽ ഉണ്ടാകുന്ന ശാപത്തെയും ഭയന്നിട്ട് അവിടെയുള്ള സുന്ദരികളായിട്ടുള്ള ചെറുപ്പക്കാരികളൊന്നും അതിന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ വൃദ്ധയായിട്ടുള്ള ഒരു വേശ്യസ്ത്രീ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഞാൻ പോകാം, പക്ഷേ അങ്ങ് എനിക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ പറയുന്ന പ്രകാരമുള്ള എല്ലാ സൗകര്യങ്ങളും എനിക്ക് ചെയ്തു തരേണ്ടി വരും. അങ്ങനെ ചെയ്തു തരികയാണെങ്കിൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ധാരാളം ധനം അവർക്ക് കൊടുത്തു. അതിനുശേഷം അവരുടെ നിർദ്ദേശപ്രകാരം അവർക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും രാജാവ് ചെയ്തു കൊടുത്തു. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം അവിടെ ഒഴുകി നടക്കുന്ന ഒരു ആശ്രമം, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ആശ്രമം ഉണ്ടാക്കി. ആ നദിയിലൂടെ അത് മനോഹരമായിട്ടുള്ള ഒരു പർണശാലയും വൃക്ഷങ്ങളുമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ആര് കണ്ടാലും അത് ജലത്തിൽ ഒഴുകി നടക്കുന്നതാണെന്ന് മനസ്സിലാവില്ല. അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ആശ്രമം അവർ ആ പുഴയിൽ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചു. അങ്ങനെ ആ വലിയ തോണി എന്ന് തന്നെ പറയാം, അത് തുഴഞ്ഞ് അതിൻ്റെ തോണിയാന്ന് കണ്ടാൽ ആർക്കും മനസ്സിലാവില്ല. അത് വിഭാണ്ടകൻ്റെ ആശ്രമത്തിന് സമീപം കൊണ്ടുവന്ന് അവർ അത് അടുപ്പിച്ചു. അപ്പം അതൊരു വനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നദിയിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമായിട്ട് മാത്രമേ എല്ലാവർക്കും തോന്നുകയുള്ളായിരുന്നു. പിന്നെ വിഭാണ്ടകൻ ആ ആശ്രമത്തിൽ നിന്നും പോകുന്നതും കാത്ത് അവർ ആ തൻ്റെ സുന്ദരിയായിട്ടുള്ള മകളോടൊപ്പം വേശിയായിട്ടുള്ള ആ വൃദ്ധ അവിടെ കാത്തിരുന്നു. അങ്ങനെ ഫലമൂലാദികൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് വിഭാണ്ടകൻ പുറത്തേക്ക് പോയ സമയം നോക്കി തൻ്റെ സുന്ദരിയായിട്ടുള്ള മകളെ ഋഷ്യശൃംഖനെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ആ ആശ്രമത്തിലേക്ക് പറഞ്ഞു വിട്ടു. വിഭാണ്ടകനില്ലാത്ത സമയം നോക്കിയിട്ട് ആ സുന്ദരിയായിട്ടുള്ള സ്ത്രീ ആ വിഭാണ്ടകൻ്റെ ആശ്രമത്തിലേക്ക് ചെന്നു, ഋഷ്യശൃംഖൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഋഷ്യശൃംഖൻ തൻ്റെ അച്ഛനില്ലാതെ പുതിയൊരു മനുഷ്യനെ ആദ്യമായിട്ട് കാണുകയാണ്. ഇത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ അങ്ങനെ വേറെ ആരും കണ്ടാത്ത കാരണം സ്ത്രീയാണെന്ന് പോലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഋഷ്യശൃംഖന് ഉണ്ടായിരുന്നില്ല. ഋഷ്യശൃംഖൻ വിചാരിച്ച് ഇതേതോ മുനികുമാരനാണ്, പക്ഷേ ഏതോ ദേവതയാണെന്നും വിചാരിച്ചു. തൻ്റെ മുഖം പോലെയല്ല ഇതിൻ്റെ മുഖമിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അദ്ദേഹം മുനികുമാരനാണെന്ന് വിചാരിച്ചിട്ട് അഭിവാദ്യം ചെയ്യാൻ വേണ്ടിയിട്ടൊരുങ്ങി മാൻതോലിൽ വിളിച്ചിരുത്തി വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് പറഞ്ഞു, അങ്ങൊരു മുനികുമാരനാണെന്ന് ഞാൻ വിചാരിക്കുന്നു, പക്ഷേ അങ്ങേ കണ്ടിട്ട് വളരെ സുന്ദരനാണ്, അങ്ങേക്ക് മീശയും താടിയുമൊന്നുമില്ലല്ലോ, അങ്ങ് ഒരു ദേവനാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അങ്ങേക്ക് അഭിവാദ്യം അർപ്പിക്കണം, അർഘപാദ്യാദികൾ തന്ന് അങ്ങയെ അഭിവാദ്യം അർപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ സുന്ദരിയായിട്ടുള്ള സ്ത്രീ പറഞ്ഞു, ഞാനൊരു ദൂരദേശത്തു നിന്ന് വന്ന ഒരു മുനികുമാരൻ തന്നെയാണ്, പക്ഷേ ഞാൻ അഭിവാദ്യങ്ങൾ ഇങ്ങോട്ട് സ്വീകരിക്കില്ല എന്നുള്ള ഒരു വ്രതത്തിലാണ്. ഞാൻ അങ്ങോട്ട് അഭിവാദ്യം അർപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. എൻ്റെ അഭിവാദ്യം സാധാരണ ആൾക്കാരുടെ അഭിവാദ്യം പോലെയല്ല. ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നത് ആളുകളെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങേ എനിക്ക് ഒന്ന് കെട്ടിപ്പിടിക്കണം, അങ്ങനെയാണ് ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഋഷ്യശൃംഖനെ പുണർന്ന സമയത്ത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭൂതി ഋഷ്യശൃംഖന് ഉണ്ടാവുന്നത്. അവന് ഭയങ്കര സന്തോഷമായി. ഋഷ്യശൃംഖൻ ഈ മുനികുമാരന് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് അവിടെ ഉണ്ടായിരുന്ന വിശിഷ്ടങ്ങളായിട്ടുള്ള പഴങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ആ വേശ്യസ്ത്രീ, സുന്ദരിയായിട്ടുള്ള വേശ്യസ്ത്രീ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന വേവിച്ചിട്ടുള്ള ഇതുവരെ ഋഷ്യശൃംഖൻ കഴിച്ചിട്ടില്ലാത്ത മധുരമായിട്ടുള്ള പദാർത്ഥങ്ങളൊക്കെ അടങ്ങിയ ആഹാര സാധനങ്ങളൊക്കെ ഋഷ്യശൃംഖന് കൊടുത്തു. ഇത് കഴിച്ചതോടു കൂടിയിട്ട് ഋഷ്യശൃംഖന് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി. ഇതുവരെ ആസ്വദിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഋഷ്യശൃംഖൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഋഷ്യശൃംഖൻ ഇതുവരെ ആസ്വദിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത് പുതിയതായിട്ട് വന്ന മുനികുമാരനിൽ നിന്നും അനുഭവിച്ചത്. പുതിയ സ്പർശസുഖം, അതിനോടൊപ്പം തന്നെ പുതിയ രീതിയിലുള്ള സ്വാദുകൾ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഇളക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം വന്ന വേശ്യസ്ത്രീ ഒരു പന്തുണ്ടായിരുന്നു, ആ പന്ത് ഉപയോഗിച്ചിട്ട് അവർ തമ്മിൽ കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, ആ തട്ടിക്കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതും അദ്ദേഹത്തിന് ഋഷ്യശൃംഖന് പുതിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ ശരീരം കൊണ്ട് ഋഷ്യശൃംഖൻ്റെ ശരീരത്തിൽ സ്പർശിച്ചും ഉരസയുമൊക്കെ
ഒരു പുതിയൊരു അനുഭൂതി ഋഷ്യശൃംഗന് ഉണ്ടാക്കിക്കൊടുത്തു. ഇതുവരെ അനുഭവിക്കാത്ത ഒരു അനുഭൂതി. ഋഷ്യശൃംഗൻ തൻ്റെ കാമവലയത്തിലായെന്ന് മനസ്സിലായിട്ടുള്ള വേശ്യസ്ത്രീ അവനെ വീണ്ടും വീണ്ടും പുണർന്ന് അവനെ സ്പർശസുഖം കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇതുവരെ അനുഭവിക്കാത്ത ആ ഒരു സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഋഷ്യശൃംഗൻ്റെ മനസ്സ് കൈവിട്ടുപോയി. അപ്പോൾ ഇദ്ദേഹം പൂർണ്ണമായിട്ടും തൻ്റെ മോഹവലയത്തിലായെന്ന് മനസ്സിലായിട്ടുള്ള ആ സ്ത്രീ എനിക്ക് സന്ധ്യാവന്തനത്തിന് സമയമായെന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ തിരിച്ച് തൻ്റെ പർണശാലയിലേക്ക് പോയി, അല്ലെങ്കിൽ തിരിച്ചതിൻ്റെ ആ ചെങ്ങാടത്തിലേക്ക് പോയി. അപ്പോൾ ഇത് കണ്ടിട്ട് ഇതുവരെ ഉണ്ടാവാത്ത ഒരു മൗഢ്യം ഋഷ്യശൃംഗൻ്റെ മനസ്സിനുണ്ടായി. ഋഷ്യശൃംഗൻ തൻ്റെ കർത്തവ്യങ്ങളെല്ലാം മറന്ന് തനിക്കുണ്ടായിട്ടുള്ള സുഖാനുഭവത്തെക്കുറിച്ചിട്ട് മാത്രം ആലോചിച്ചുകൊണ്ട് അവിടെ ഇതികർത്തവ്യമൂഢനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്താണ് വിഭാണ്ഡകൻ തിരിച്ച് ആശ്രമത്തിലേക്ക് വന്നത്. തൻ്റെ മകന് ഉണ്ടായിട്ടുള്ള വ്യത്യാസം കണ്ടിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള അത്ഭുതമായി. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ഋഷ്യശൃംഗനോട് വിഭാണ്ഡകൻ ചോദിക്കാൻ തുടങ്ങി. തൻ്റെ ആശ്രമത്തിൻ്റെ അന്തരീക്ഷമെല്ലാം മാറി മറിഞ്ഞത് കണ്ട വിഭാണ്ഡകൻ മകനോട് ചോദിച്ചു, ഉണ്ണി ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടുത്തെ അന്തരീക്ഷമെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നുവല്ലോ. നീ വൈകുന്നേരത്തെ സന്ധ്യാവന്തനത്തിനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല, ചമ്മതി ഒന്നും നീ മുറിച്ചിട്ടില്ല, നീ എരിഞ്ഞിട്ടില്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്? നിനക്കെന്താണ് സംഭവിച്ചത്? നിൻ്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നല്ലോ. നിനക്ക് എന്താണ് ഉണ്ണി മാറ്റം സംഭവിച്ചതെന്ന് വിഭാണ്ഡകൻ ഋഷ്യശൃംഗനോട് ചോദിച്ചു. അപ്പോൾ ഇത് കേട്ടിട്ട് ഋഷ്യശൃംഗൻ മറുപടി പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. പുതിയ വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. നമസ്കാരം.